ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായിരുന്നു എന്നതിനുള്ള തെളിവുകളാണ്. ബുദ്ധിപരമായി കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷണങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥ പ്രവാചകനായിരുന്നു എന്ന് തെളിയിക്കുന്ന അനേകം തെളിവുകളിൽ ചിലത് മാത്രം ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് മുന്നോട്ട് കയറിയിരുന്ന് കഴിഞ്ഞാൽ ഉപകാരമായി. ഒരു വിഷയം കേൾക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന വ്യക്തികളൊന്ന് മുന്നോട്ട് കയറിയിരിക്കുക. ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില വിഷയങ്ങൾ ആമുഖമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ് യഥാർത്ഥത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ച് തന്നു എന്നുള്ളത്. കാരണം ഒരു മനുഷ്യൻ എപ്പോഴും അവൻ്റെ റബ്ബിനെ പറ്റി അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ. അള്ളാഹുവിനെ പറ്റി അറിയണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് പറയാനുള്ള കാര്യങ്ങൾ തൻ്റെ അടിയാന്മാരിലേക്ക് എത്തിക്കുക ഈ പ്രവാചകന്മാരിലൂടെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേപോലെ തന്നെ മറ്റു പ്രവാചകന്മാർ അള്ളാഹുവിനും അടിമകൾക്കുമിടയിലുള്ള അംബാസഡേഴ്സാണ്, സിഫാറത്തുകളാണ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അള്ളാഹുവിൽ നിന്നുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് അവർക്കുള്ളത്. ഇനി രണ്ടാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കള്ളപ്രവാചകൻ അതേപോലെ തന്നെ സത്യപ്രവാചകൻ, ഇവരെ രണ്ടുപേരെയും നമുക്ക് വേർതിരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. ഒരു വ്യക്തി ഞാൻ പ്രവാചകനാണെന്ന് പറയുമ്പോൾ രണ്ടാൽ ഒരു രൂപത്തിലാണ് ആ വ്യക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ അവൻ നല്ല സത്യസന്ധനായിരിക്കും, അല്ലേ? സത്യസന്ധനായ ഒരു വ്യക്തിയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായിക്കൊണ്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ. അല്ലെങ്കിലോ അവൻ നുണയനായിരിക്കും, അല്ലേ? എത്രയും വലിയ നുണയാണ് പറയണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഹി തരുന്നുണ്ട് എന്ന നുണയാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തോന്നിവാസങ്ങളും അവൻ്റെ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിക്കൊണ്ട് നോക്കിയ ഒരു സത്യപ്രവാചകൻ ആരാണെന്നും കള്ളപ്രവാചകൻ ആരാണെന്നും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും പൂർണ്ണതയുടെ വിശേഷണങ്ങളുള്ളവരാണ്, നല്ല വിശേഷണങ്ങളുള്ളവരാണ്. കാരണം എന്താണ്? അവർ ഈ സമൂഹത്തിൻ്റെ റോൾ മോഡൽസാണ്, അല്ലേ? മാതൃകകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് സ്വഭാവം വേണ്ടത്? ഏറ്റവും നല്ല സ്വഭാവങ്ങൾ വേണം. അവരവരുടെ ജീവിതത്തിൽ തിന്മകളും തോന്നിവാസങ്ങളും ചെയ്യുന്നവരാകരുത്. അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും സമൂഹം പിൻപറ്റുകയില്ല, അല്ലേ? അപ്പോൾ മൂന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് സൂറത്തു ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്,
ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു, അയച്ചു. എന്തുകൊണ്ട്? അവർ പ്രവാചകരാണ് എന്ന് അറിയിക്കുന്ന തെളിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒപ്പം അയക്കും എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടാവും. പ്രവാചകന്മാർ നല്ല സ്വഭാവമുള്ളവരായിരിക്കും, നല്ല സ്വഭാവ സവിശേഷതകൾ ഉള്ളവരായിരിക്കും. അതേപോലെ തന്നെ അവർ പ്രവാചകരാണ് എന്നറിയിക്കുന്ന തെളിവുകളുണ്ടാവും. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇങ്ങോട്ട് നിയോഗിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം എനിക്ക് ഒരു പ്രവാചകനെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രവാചകനാണോ അല്ലേ എന്ന് മനസ്സിലാക്കുക പ്രയാസമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൗത്യമാണ്, ബാധ്യതയാണ് ഈ പ്രവാചകൻ ഞാൻ ഇറക്കിയ ദൂതനാണ് എന്ന് തെളിയിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം തെളിവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാലാമതായിക്കൊണ്ട് ഈ വിഷയം പ്രവാചകനിൽ വിശ്വസിക്കാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇതെന്തിനാ വിശ്വാസികളുടെ അടുത്ത് പറയുന്നത്? ഇപ്പോൾ നിങ്ങളൊക്കെ വിശ്വാസികളാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഇത് പറയേണ്ടത്, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് കാഫിര്യങ്ങളോടല്ലേ, അല്ലെങ്കിൽ പ്രവാചകനാണ് എന്ന് സംശയിക്കുന്നവരോടല്ലേ എന്ന് ചോദിക്കുന്ന ചിലരെ കാണാം. യഥാർത്ഥത്തിൽ ആ ഒരു ചിന്ത തെറ്റാണ്. കാരണം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്നതിനുള്ള തെളിവുകൾ നമ്മൾ മനസ്സിലാക്കുമെന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുള്ള ആ ഒരു റഹ്മത്ത് മനസ്സിലാകും. കാരണം എന്താ? എത്രയോ മതങ്ങളുണ്ട് ഇവിടെ, പക്ഷെ നമുക്ക് ഹിദായത്ത് ലഭിച്ചു എന്നുള്ളത് നമുക്ക് അപ്പോൾ മനസ്സിലാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്ന് നമ്മൾ കൃത്യമായിക്കൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുമ്പോൾ പ്രവാചകനിൽ നമുക്ക് വല്ലാത്ത ഈമാൻ വരും, വിശ്വാസം വർദ്ധിക്കും. പ്രവാചകനാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കും. പ്രവാചകനെ വല്ലാത്ത സ്നേഹം നമുക്ക് ജീവിതത്തിലുണ്ടാകും. പ്രവാചകനെ നമ്മൾ ബഹുമാനിക്കും. അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ, വിരോധനകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ വേണ്ടി ശ്രമിക്കും. മാത്രമല്ല പ്രവാചകനെ കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരാൾ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല ദാക തുഅമൽ ഈമാൻ. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ റബ്ബായിക്കൊണ്ടും ഇസ്ലാമിനെ മതമായിക്കൊണ്ടും പ്രവാചകനെ റസൂലായിക്കൊണ്ടും അള്ളാഹുവിൽ നിന്നുള്ള ദൂതനായിക്കൊണ്ടും ആരെങ്കിലും തൃപ്തിപ്പെടുകയാണെങ്കിൽ അവൻ ഈമാനിൻ്റെ മാധുര്യം മനസ്സിലാക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പ്രവാചകനാണെന്നുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിരത്തി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈമാനാണ് ഉണ്ടാകുന്നത്, പ്രവാചകനിൽ തൃപ്തിയാണ് ഉണ്ടാകുന്നത്, നമ്മുടെ മതത്തിൽ തൃപ്തിയാണ് ഉണ്ടാകുന്നത്. അതിലൂടെ നമുക്ക് ഈമാനിൻ്റെ മാധുര്യം രുചിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഓരോ ആ ഒരു തെളിവുകളിലേക്ക് കടക്കാം. ഒന്നാമതായിക്കൊണ്ടുള്ള തെളിവ് എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. സീറത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകന് നുബുവത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിലാണ്. അപ്പം അതിൻ്റെ മുമ്പ് പ്രവാചകൻ എങ്ങനെയായിരുന്നു പ്രവാചകന്റെ ജീവിതം? നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാചകന്റെ ഓരോ വിശേഷണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരിത് പ്രവാചകന്റെ സൃഷ്ടിപ്പാണ്. ആദ്യമായിക്കൊണ്ട് പ്രവാചകനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നോക്കുവാൻ, അല്ലേ? ചില വ്യക്തികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു പ്രയാസം തോന്നും, അല്ലേ? പക്ഷേ പ്രവാചകനെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും നോക്കണമെന്ന് തോന്നും. അതുകൊണ്ടാണ് പല പ്രവാചകന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുമ്പോൾ പല സഹാബത്തും, പ്രവാചകനെ നേരിട്ട് കണ്ട സഹാബത്ത് വിശേഷിപ്പിക്കുന്നത്, സാദൃശ്യപ്പെടുത്തുന്നത് കശംസ്, സൂര്യനെ പോലെയാണ് പ്രവാചകൻ. സൂര്യനിൽ പ്രകാശമുള്ളതുപോലെ പ്രവാചകന്റെ മുഖത്ത് സൗന്ദര്യം അതങ്ങനെ പ്രകാശിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു തശ്ബീഹ്, ഒരു സാദൃശ്യപ്പെടുത്തുന്നത് ചന്ദ്രനോടാണ്. പൂർണ്ണ ചന്ദ്രനുള്ളൊരു രാത്രി എങ്ങനെയാണോ നമ്മൾ ചന്ദ്രനെ കാണുന്നത്, എത്ര ഭംഗിയാണ്, ആ രൂപത്തിലാണ് പ്രവാചകനെ കാണുവാൻ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നോക്കുവാൻ വീണ്ടും വീണ്ടും തോന്നുന്ന ഒരു ശരീരപ്രകൃതിയും മുഖവും ഭംഗിയും സൗന്ദര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം വളരെ നീളമുള്ള വ്യക്തിയായിരുന്നില്ല, എന്നാൽ വളരെ കുറുകിയ മനുഷ്യരുമായിരുന്നില്ല, ഒരു മുത്തവസ്സിത്ത്, അതിനിടയിലുള്ളൊരു വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം വളരെ മെല്ലെ നടക്കുന്ന ആളല്ല, എന്നാൽ നല്ല സ്പീഡിൽ നടക്കുന്ന ആളുമല്ല. ഒരു കുന്നിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ കുറച്ച് സ്പീഡിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് നല്ല വീതി ഉണ്ടായിരുന്നു. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകനെ വർണ്ണിച്ചുകൊണ്ട് പാടുന്നുണ്ട്.
പ്രവാചകനെ പറ്റി പറയുകയാണ്, പ്രവാചകരെ താങ്കളെക്കാൾ നല്ല ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഒരു സ്ത്രീയും പ്രവാചകരെ താങ്കളെക്കാൾ സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ പിറന്നിട്ടില്ല. മാത്രമല്ല ഒരു വൈകല്യവുമില്ലാതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ സൃഷ്ടിച്ചിട്ടുള്ളത്. താങ്കൾ ആഗ്രഹിച്ചതുപോലെ തന്നെ താങ്കളെ അല്ലാഹു സൃഷ്ടിച്ചതുപോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശേഷണമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അദ്ദേഹം നന്നായിക്കൊണ്ട് സ്ഫുടമായിക്കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം ഒരു സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പ്രവാചകൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഒരു മുത്തുകൾ ഇങ്ങനെ വീഴുന്നത് പോലെ, ഓരോന്ന് പെറുക്കിയെടുക്കാൻ പറ്റുന്നത് പോലെ ഓരോന്ന് കൃത്യമായിക്കൊണ്ട് കേൾക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു പ്രവാചകൻ്റെ സംസാരം എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറവാട്, നല്ല തറവാടിലായിരുന്നു പ്രവാചകൻ ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ അറബിയ നാട് എന്ന് പറയുമ്പോൾ അവിടെ വ്യഭിചാരം സുലഭമായിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ ഉപ്പ ആരാണ് ഉമ്മ ആരാണെന്നൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാലമായിരുന്നു. പക്ഷേ പ്രവാചകൻ്റെ നസബ് നമുക്കിപ്പോഴും അറിയാം അല്ലേ, നമ്മൾക്കിടയിൽ തന്നെ അത് കൃത്യമായി കൊണ്ട് പഠിച്ചവരുണ്ടാവും അല്ലേ. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് അങ്ങനെ തുടങ്ങി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ എത്തുന്ന ആ ഒരു പരമ്പര നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് എന്താണ് തെളിയിക്കുന്നത്? അന്നത്തെ കുടുംബത്തിൽ പലർക്കും ഇതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ ആരാന്നറിയില്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന ഏറ്റവും നല്ല കുടുംബത്തിലായിരുന്നു പ്രവാചകൻ വളർന്നിരുന്നത് എന്നതിനുള്ള തെളിവാണ് ഇത് എന്നുള്ളതാണ്. മാത്രമല്ല പ്രവാചകൻ ആ സമൂഹത്തിൽ തന്നെ ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധി നല്ല ശക്തിയുള്ള ബുദ്ധിയായിരുന്നു. അതേപോലെ തന്നെ പ്രവാചകൻ ഒരു എന്ത് പ്രശ്നം വന്നാലും ആൾക്കാരൊക്കെ പ്രവാചകനെയാണ് സമീപിക്കുക. നമുക്ക് ഹജറുൽ അസ്വദിൻ്റെ സംഭവം അറിയാം. അവിടെ സാദാത്തുകളുണ്ട് അല്ലെ, നേതാക്കന്മാരുണ്ട്, പ്രവാചകനേക്കാൾ ഉന്നതന്മാരായ വ്യക്തികളുണ്ട്. പക്ഷേ അവരെല്ലാവരെയും വിളിക്കാതെ പ്രവാചകനെയാണ് അവിടെ ആ ഗോത്രത്തിൻ്റെ ഇടയിൽ ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ക്ഷണിച്ചത് എന്നുള്ളതാണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അഭിപ്രായം പറഞ്ഞു, അത് അവർ അനുസരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനമുള്ള വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ പ്രവാചകൻ്റെ ഉൾക്കാഴ്ച, പ്രവാചകൻ്റെ അഭിപ്രായങ്ങൾ അതൊക്കെ ആൾക്കാർ സ്വീകരിക്കും. മാത്രമല്ല പ്രവാചകൻ്റെ മര്യാദകൾ, ജീവിതത്തിലുള്ള മര്യാദകൾ അത് വല്ലാത്ത നല്ല മര്യാദകളായിരുന്നു അല്ലേ. പ്രവാചകൻ നമുക്കറിയാം, ഒരു ഉമ്മയില്ല, ഒരു ഉപ്പയില്ല. ചെറുപ്പത്തിൽ തന്നെ ഒരു സ്വന്തം നമ്മുടെയൊക്കെ കളിക്കാൻ വേണ്ടി നമുക്ക് സഹോദരിമാരുണ്ടാകും അല്ലേ, സഹോദരന്മാരുണ്ടാകും. കളിക്കാൻ കൂടെ ആരുമില്ലാത്ത അവസ്ഥയിലായിരുന്നു പ്രവാചകൻ ജീവിച്ചത്. നോക്കുവാൻ തന്നെ പലരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കൂടി പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉന്നതമായ മര്യാദകൾ, അദബുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല പ്രവാചകൻ്റെ ആ ഒരു സ്വഭാവങ്ങളൊക്കെ വളരെ ശുദ്ധമായ, മനസ്സിലൊന്നുമില്ലാത്ത മനസ്സ് ശുദ്ധമായ ഒരു സ്വഭാവ പ്രകൃതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് അദ്ദേഹത്തിൻ്റെ ധീരത എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ധീരത എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പ്രവാചകൻ്റെ ധീരതയെ പറ്റിയുള്ള ഹദീസുകളൊക്കെ ഓരോന്ന് വായിക്കുമ്പോൾ നമ്മുടെ രോമങ്ങളൊക്കെ എണീറ്റ് നിന്ന് പോകും. അത്രയും വിശേഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൽ ആദ്യമായിക്കൊണ്ട് നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം. അപ്പോൾ ആ ഒരു സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുന്നിൽ ഓടുകയായിരുന്നു, ശത്രുക്കളെ അവരെ നേരിടുന്നതിൽ മുന്നിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഞങ്ങളിൽ ഏറ്റവും പ്രയാസം നേരിട്ടതും അതേപോലെ തന്നെ ശക്തനും നല്ല ധീരനുമായിക്കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ച പ്രവാചകനെ മാത്രമാണ്. മാത്രമല്ല ഹുനൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂ സുഫിയാനും ഞാനും പ്രവാചകൻ്റെ പിന്നിലുണ്ട്. പ്രവാചകൻ്റെ ആ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് പ്രവാചകൻ്റെ ഒപ്പമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് യുദ്ധങ്ങൾ തുടങ്ങിയപ്പോൾ മുസ്ലിങ്ങളൊക്കെ പിന്നിലേക്ക് ഓടി, എല്ലാവരും പേടിച്ചു, എല്ലാവരും പിന്നിലേക്ക് ഓടി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് ഓടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നില്ല. ഇവരൊക്കെ ഓടി കണ്ടിട്ടും പ്രവാചകൻ മുന്നോട്ട് ഓടുകയാണ്. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയുകയാണ്, ഞാൻ പ്രവാചകൻ്റെ ആ വാഹനമൃഗത്തിൻ്റെ കയറ് പിടിച്ച് വലിക്കുക. എന്തിന്? പ്രവാചകൻ എന്തായാലും മുന്നോട്ട് പോകും, ആ മൃഗത്തിനെങ്കിലും വേഗത കുറയ്ക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ പിടിച്ച് കണ്ട് അബൂ സുഫിയാൻ എന്ത് ചെയ്തു? അപ്പുറത്തുനിന്ന് ആ മൃഗത്തെ പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു നല്ല ശബ്ദമുള്ള വ്യക്തിയാണ്, അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എവിടെയാണ് നിങ്ങൾ? അതിന് അസ്ഹാബുസ്സമറ എന്ന് ചോദിച്ചുകൊണ്ട് അവർ തിരിച്ചു വിളിക്കുന്നുണ്ട്. അങ്ങനെ ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, വിളി കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ ഇവർ തിരിച്ചു വന്നപ്പോഴത്തിന് പ്രവാചകൻ അങ്ങോട്ട് മുന്നോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഏത് വിഷയത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധീരതയുടെ വിഷയത്തിൽ പ്രവാചകൻ വലിയ ഒരു മാതൃകയായിരുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ആ വിഷയമൊക്കെ നമുക്ക് ഹദീസുകളൊക്കെ വരാനുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ്റെ ലജ്ജ വല്ലാത്ത ആയിരുന്നു. അതേപോലെ തന്നെ പൗരുഷം പ്രവാചകനിൽ അത് തുളുമ്പ് നിന്നിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 40 വർഷത്തോളം ഒരാളുടെ ജീവിതത്തിൽ 40 വർഷം എന്ന് പറയുമ്പോൾ 40 വർഷം എത്തുമ്പോഴാണ്, വയസ്സാകുമ്പോഴാണ് ഒരാൾക്ക് നല്ല ബുദ്ധിയൊക്കെ നല്ല പക്വതയിലേക്കൊക്കെ എത്തുക എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ളൊരു വ്യക്തി എങ്ങനെയാണ് 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു കള്ളനായി മാറുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അവർ വിളിച്ചിരുന്നത് എന്താ? അസ്സാദിഖുൽ അമീൻ, സത്യസന്ധനാണ് പ്രവാചകൻ, അമീനാണ്, വിശ്വസ്തനാണ് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നുണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവരുടെ വിലപിടിപ്പുള്ള കാശുകൾ, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ആർക്കെ കൊടുന്നു കൊടുക്കുക? പ്രവാചകനെ ഏൽപ്പിക്കുക. അവർക്ക് അവരുടെ അടുത്ത് വെക്കാൻ പേടിയാണ്, കളഞ്ഞു പോകുമോ? പക്ഷേ പ്രവാചകൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ അത് കൃത്യമായിക്കൊണ്ട് സൂക്ഷിക്കും. തിരിച്ചേൽപ്പിക്കുമ്പോൾ അത് കൃത്യമായിക്കൊണ്ട് ഏൽപ്പിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ 40 വർഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നുണ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ഖദീജ റളിയല്ലാഹു അൻഹ, അവർ പ്രവാചകരെ വിവാഹം കഴിക്കുവാനുള്ള കാരണം എന്താണ് അല്ലേ? അദ്ദേഹം ആ കച്ചവടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വസ്തതയാണ്, അതിലൂടെയാണ് അവർ വിവാഹം ലഭിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം വിഷയങ്ങളിലൊക്കെ നല്ല സ്വഭാവം, ഒരു മാതൃകയുള്ള വ്യക്തിയായിരുന്നു നുബുവത്തിന് മുമ്പ് തന്നെ. മാത്രമല്ല, ഒരു കരാറുണ്ടെങ്കിൽ അത് പാലിക്കും പ്രവാചകൻ. ഒരു വാക്ക് പറഞ്ഞാൽ അത് പ്രവാചകൻ പാലിക്കും. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളതെന്ന് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. സഹായിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത്. എന്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പ്രവാചകൻ കൊടുക്കും. മാത്രമല്ല, ഭൗതിക വിരക്തി ഉണ്ടായിരുന്നു. ദുനിയാവിനോട് വല്ലാത്ത ഇഷ്ടവും അതിനോട് ഭ്രമവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവന് അത് നേടിയെടുക്കുവാൻ വേണ്ടി, ദുനിയാവ് എടുക്കുവാൻ വേണ്ടി അവന് മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രവാചകന് അതിൽ കാണാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിഷയം, ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന വിഷയം, എല്ലാതും പ്രവാചകനുണ്ടായിരുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, ഒരു കള്ള പ്രവാചകൻ്റെ സിഫത്തുകളാണോ ഇത്? ഒരു കള്ള പ്രവാചകന് ഇത്തരം വിശേഷണങ്ങൾ ഉണ്ടാകുമോ? അതുകൊണ്ടാണ് പലരും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കവികൾ പറയുന്നുണ്ട്, പ്രവാചകൻ, ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രവാചകൻ്റെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പ്രവാചകനാണെന്ന് അത് തന്നെ മതി, തെളിവാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പുള്ള സ്വഭാവ സവിശേഷതകളാണ്. ഇങ്ങനെയുള്ളൊരു വ്യക്തി എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം പറയുക അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ കള്ളമാണെന്ത്? അള്ളാഹു എന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു, എനിക്ക് വഹി ലഭിക്കുന്നുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നുണ. എങ്ങനെയാണ് പ്രവാചകൻ അതിന് മുതിരുക? ഇത്രയും സ്വഭാവമുള്ളൊരു വ്യക്തി, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇങ്ങനെയൊക്കെ അറിയപ്പെട്ടൊരു വ്യക്തി എങ്ങനെയാണ് ഒരു കള്ളപ്രവാചകൻ, പിന്നെ എങ്ങനെ കള്ളം പറയുക? അതാണല്ലോ ഇപ്പോൾ അവരുടെ വാദം. പ്രവാചകൻ കള്ളനാണെന്നാണല്ലോ ഇപ്പോൾ അവരുടെ വാദം. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം ചോദിക്കുന്നുണ്ട് സൂറത്തുൽ മുഅ്മിനൂനിൽ, അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. പ്രവാചകരെ നിങ്ങൾക്ക് അറിയില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളുടെ ഒപ്പം ജീവിച്ചവനല്ലേ പ്രവാചകൻ. എങ്ങനെയായിരുന്നു പ്രവാചകന്റെ പെരുമാറ്റം, ഏതായിരുന്നു സ്വഭാവം എന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നിട്ട് നിങ്ങൾ പ്രവാചകനിൽ അവിശ്വസിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല, അബൂ സുഫിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് വല്ലാത്ത ശത്രുവായിരുന്നു, പ്രവാചകന്റെ വല്ലാത്ത ശത്രുവായിരുന്നു അദ്ദേഹം. അങ്ങനെ ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ പറയുന്ന ഈ മുഹമ്മദ് വഞ്ചിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബൂ സുഫിയാൻ പറയുകയാണ്, ശത്രുവായ പ്രവാചകനെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാൻ ആഗ്രഹം ഉള്ള അബൂ സുഫിയാൻ പറയുകയാണ്, മാ അറഫ്തു ബിൽ ഖദ്രി സഗീറൻ വലാ കബീറൻ. പ്രവാചകനിൽ നിന്ന് ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു വഞ്ചന ഞാൻ കണ്ടിട്ടില്ല. ബൽ അറഫ്തു ബിൽ ബിർരി വൽ വഫാ. നന്മയും ഒരു കാര്യം പറഞ്ഞ് അത് പാലിക്കുന്ന ഒരു സ്വഭാവം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് ആരാ പറയണത്? ശത്രുക്കൾ പോലും പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഹിർക്കൽ പറയുകയാണ്, വകദാലിക റുസുലു ലാ തഗ്ദുർ. അങ്ങനെയാണ് പ്രവാചകന്മാർ. അപ്പോൾ അദ്ദേഹം പ്രവാചകനാണെന്ന് ഹിർക്കൽ സമ്മതിക്കുകയാണ്, പ്രവാചകന്മാർ വഞ്ചിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ തെളിവ്. പ്രവാചകൻ്റെ നുബുവത്തിന് മുമ്പുള്ള ജീവിതം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രവാചകനാണെന്ന് തെളിവ് നമുക്ക് മനസ്സിലാകും. ഇനി രണ്ടാമത്തെ തെളിവിലേക്ക് നമുക്ക് കടക്കാം.
ഇൻഷാ അല്ലാഹ് കുറച്ച് ഒരു തെളിവും കൂടി നമ്മൾ പറയും, കുറച്ച് വിശദീകരിച്ച് പറയാനുണ്ട്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 40 വയസ്സിന് ശേഷം നുബുവത്ത് കിട്ടി. ഇനി പ്രവാചകൻ നുബുവത്ത് കിട്ടിയതിന് ശേഷം പ്രവാചകൻ എന്താണ് സ്വഭാവം, അത് നമുക്ക് നോക്കാം. അത് നോക്കിയാലും നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഇത് പ്രവാചകനല്ലാതെ വേറെ ആരുമല്ല എന്ന് നമുക്ക് തെളിയുമെന്നുള്ളതാണ്. വേറെ ഇപ്പോൾ ഒന്നും വേണ്ട, വേറെ ഒരു തെളിവും വേണ്ട. അപ്പം ഈ ആദ്യത്തെ തെളിവ് തന്നെ നമുക്ക് മതി. ഇനിയും വേണ്ട, ഇനിയും നമുക്ക് തെളിവ് മുന്നോട്ട് വെക്കാം. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? 23 വർഷമാണ് അദ്ദേഹം ഈ ലോകത്ത് പ്രവാചകനായിക്കൊണ്ട് ജീവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, പ്രവാചകരെ താങ്കൾ മഹത്തായ സ്വഭാവത്തിനുടമയാണ് അല്ലേ, സൂറത്തുൽ കലമിൽ പറഞ്ഞു. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഭാര്യ പത്നി പറയുകയാണ് കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആൻ എന്ത് പറഞ്ഞോ അതനുസരിച്ച് പ്രവാചകൻ, ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പ്രവാചകൻ്റെ പത്നിയാണ് പറയുന്നത് അല്ലേ. നമ്മളെ പറ്റിയിട്ട് ആൾക്കാരൊക്കെ നല്ലത് പറയും, പക്ഷെ വീട്ടുകാർ നല്ലത് പറയാമെന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ പ്രവാചകനെ പറ്റി തൻ്റെ പത്നിയാണ് പറയുന്നത് കാന ഖുൽഖുഹു അൽ ഖുർആൻ. ഇനിയോ പ്രവാചകൻ്റെ മറ്റൊരു പത്നി പറയുകയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. എപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചപ്പോൾ, ഹിറാ ഗുഹയിൽ നിന്ന് വഹി ലഭിച്ചപ്പോൾ തിരിച്ചു വരികയാണ് പേടിച്ചുകൊണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിൽ ഓടി വന്നു. പ്രവാചകൻ പറഞ്ഞു വല്ലാത്ത പേടിച്ചിട്ടുണ്ട് ഞാൻ, എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്താ? കല്ല, നിങ്ങൾ പേടിക്കണ്ട, ഫവല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ, അല്ലാഹു നിങ്ങൾ ഒരിക്കലും കൈയൊഴുകയില്ല. എന്തുകൊണ്ടാണ്? വല്ലാഹി ഇന്നക ലതസിലു റഹിം, താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്, സത്യം മാത്രം പറയുന്ന വ്യക്തിയാണ്, അതേപോലെ തന്നെ പ്രയാസമുള്ളവരെ സഹായിക്കുന്നവനാണ്, ഇല്ലാത്തവർക്ക് നൽകുന്നവനാണ്, അതിഥികളെ ആദരിക്കുന്നവനാണ്, അതേപോലെ തന്നെ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുന്ന വ്യക്തിയാണ് എന്ന് സ്വന്തം പത്നി പറയുകയാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിം, സെർവൻറ്റ് അല്ലേ, പ്രവാചകന് 10 വർഷത്തോളം സഹായങ്ങൾ ചെയ്ത ഖിദ്മത്ത് ചെയ്ത വ്യക്തിയായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖ, പ്രവാചകൻ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. ഇനിയോ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ 10 വർഷം ജോലി ചെയ്തു പ്രവാചകൻ്റെ അടുത്ത്, എന്നിട്ട് ഒരിക്കൽ പോലും ഞാൻ ചെയ്യാത്തതിന് എന്താ നീ ചെയ്തില്ല, നീ എന്താ അങ്ങനെ ചെയ്തില്ല എന്ന് പ്രവാചകൻ ചോദിച്ചിട്ടില്ല. ഇനി വല്ലതും ഞാൻ ചെയ്തതിന് നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് പ്രവാചകൻ ചോദിച്ചിട്ടില്ല. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ആൾക്കാരെല്ലാവരും പ്രവാചകനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രവാചകനെ നോക്കി കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബിൻ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും അദ്ദേഹം കള്ളനാകാൻ ഒരു വകുപ്പുമില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം സത്യപ്രവാചകനാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഖാദിമായ അദ്ദേഹം തന്നെ പറയുകയാണ് ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ബാബൻ വലാ ഫഹാശൻ വലാ ലആന, പ്രവാചകൻ വെറുതെ ചീത്ത പറയുന്ന ആളല്ല, മോശപ്പെട്ട വർത്താനം പറയുന്ന വ്യക്തിയല്ല, ശപിക്കുന്ന വ്യക്തിയല്ല എന്ന് അവർ പറയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല സിമാക്ക് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു ജാബിർ ബിൻ സമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ്റെ ഒപ്പം നീ കഴിഞ്ഞുകൂടിയിട്ടുണ്ടോ, പ്രവാചകൻ്റെ ഒപ്പം ഇരുന്നിട്ടുണ്ടോ നീ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ. എന്നിട്ട് പറയാണ് എങ്ങനെയായിരുന്നു പ്രവാചകൻ? അപ്പോൾ പറയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, അധിക സമയം പ്രവാചകൻ മിണ്ടാതിരിക്കും, സംസാരിക്കേണ്ട നല്ലത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻ ഫല്ലു മിൻ ഹൗലിക്, പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമാണ് താങ്കൾ എങ്കിൽ താങ്കൾക്ക് ഇത്രയും വിശ്വാസികൾ കിട്ടിയല്ലോ, ഇത്രയും ആൾക്കാരെ താങ്കളെ സ്നേഹിച്ചല്ലോ, അതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ പ്രവാചകന് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആ സഹാബത്ത് പറയുന്നുണ്ട്, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം പോകുക പ്രവാചകനിലേക്കാണ്, നത്തഖി ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിലേക്കാണ് ആദ്യം ഞങ്ങൾ പോകുക. മാത്രമല്ല ഞങ്ങൾ ഒരു ധീരനായിക്കൊണ്ട് പരിഗണിച്ചിരുന്നത് പ്രവാചകനാണ്. ഒരാൾ ഇനി ധീരനാണോ പ്രവാചകൻ്റെ വിശേഷണങ്ങൾ വേണം, എന്നാലും അയാൾ ഞങ്ങളിൽ ധീരനാവുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇതൊക്കെ നുബുവത്തിന് ശേഷമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. എന്നിട്ട് ചോദിക്കുകയാണ് പ്രവാചകൻ എന്തെങ്കിലും എനിക്ക് താ,
ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മലകൾക്കിടയിലുള്ള അത്രയും ആടിനെ പ്രവാചകൻ കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ആ വ്യക്തി തൻ്റെ ജനതയിലേക്ക് പോയി, ആടുകളുമായി കൊണ്ട് പോയിട്ട് പറയുകയാണ്, യാ കൗമി, എൻ്റെ സമൂഹമേ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കോ. മുഹമ്മദ് ദാരിദ്ര്യം ഭയക്കാത്ത രൂപത്തിലുള്ള ഇതാണ് ചെയ്യുന്നത്, ദാനധർമ്മമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളായിക്കോ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സഹായിക്കുന്ന വ്യക്തിയായിരുന്നു. മാത്രമല്ല ഇത്രയ്ക്ക് അല്ലേ ഉന്നതനാണ്, തറവാടിയാണ്, സമ്പന്നനാണ് അല്ലേ. സമ്പന്നനാണെന്ന് പറയുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ആ ഖുറൈശിലെ ഏറ്റവും സമ്പന്നതയായ ഒരു സ്ത്രീയാണ്, കച്ചവടക്കാരത്തിയാണ്, ഷാമിലേക്കൊക്കെ ബന്ധമുള്ള എന്താ പറയുക കച്ചവടത്തിൻ്റെ ബ്രാഞ്ചുകളുള്ള ഒരു കച്ചവടക്കാരത്തിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വിനയമുള്ള വ്യക്തിയായിരുന്നു. മദീനയിലെ അടിമകളുടെ ഒപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ വേണ്ടി പ്രവാചകൻ സമയം കണ്ടിരുന്നു എന്നുള്ളതാണ്, അടിമകൾക്ക് വേണ്ടി. മാത്രമല്ല പ്രവാചകൻ ആർക്കെങ്കിലും കൈ കൊടുത്തു കഴിഞ്ഞാൽ, മുസാഫഹത്ത് ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകൻ ആദ്യം കൈയെടുക്കില്ല, അവർ ആദ്യം കൈയെടുക്കുവാൻ വേണ്ടി പ്രവാചകൻ കാത്തു നിൽക്കും, എന്നിട്ടാണ് പ്രവാചകൻ കൈയെടുത്തിരുന്നത്. മാത്രമല്ല പ്രവാചകൻ ഒരു സദസ്സിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എല്ലാവരും എണീറ്റ് നിൽക്കുക എന്നുള്ളത് പ്രവാചകനെ വെറുക്കുന്ന കാര്യമായിരുന്നു. ഒരു കള്ളപ്രവാചകൻ ഇങ്ങനെ എന്തായാലും അവനെ അതല്ല ആഗ്രഹിക്കുള്ളൂ. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ടവരുടെ കൂടെ, മിസ്കീങ്ങളുടെ കൂടെ സമയം ചെലവിടാറുണ്ടായിരുന്നു. അവരുടെ ഒപ്പം ഇരിക്കും, അവരെന്നിട്ട് അവരുടെ വീടുകളിലേക്ക് പോകും. അവരെങ്ങാനും വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോകുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, നിനക്ക് രാജാവായ പ്രവാചകനാകണമോ അതോ സാധാരണ രാജാവല്ലാത്ത റസൂലാകണമോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ പ്രവാചകൻ തിരഞ്ഞെടുത്തത് എനിക്ക് സാധാരണ രാജാവല്ലാത്ത പ്രവാചകനായ മതി, റസൂലായ മതി എന്നുള്ളതാണ്. ഇതൊക്കെ അറിയിക്കുന്ന എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുനിയാവിനോടുള്ള വിരക്തിയാണ്, ദുനിയാവിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നു എന്നിരുന്നതാണ്. പ്രവാചകൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാനും ഈ ദുനിയാവും എന്ത് ബന്ധമാണുള്ളത്? ഈ ദുനിയാവിൽ ഞാൻ എങ്ങനെയാണ് ഒരു യാത്രക്കാരൻ ഒരു മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്നത് പോലെ, എന്നിട്ട് അവിടുന്ന് പോകുന്ന ആ ഒരു സമയമാണ്, അതാണ് എനിക്കും ഈ ദുനിയാവും ഉള്ള ബന്ധം എന്നുള്ളത്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞത് കുറേ ഉണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസത്തിൽ കൂടുതൽ നല്ല ഭക്ഷണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. മരണം വരെ ഈ രൂപത്തിലായിരുന്നു. മാത്രമല്ല പ്രവാചകൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തെ കുറ്റം പറയില്ല. പ്രവാചകൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കും, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കും. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിൻ്റെ കുട്ടികളോട് നല്ല കളിച്ചിരുന്നു, അവരുമായി കളിച്ചിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ഒരു ദിവസം വായിൽ വെള്ളമാക്കിക്കൊണ്ട് കുട്ടികളുടെ മുഖത്തേക്ക് ഊതും. ആ രൂപത്തിലേക്ക് പ്രവാചകൻ കളിച്ചു വരുന്നു. അതേപോലെ തന്നെ ആനക്കളി കളിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല സ്ത്രീകളുമായി കൊണ്ട് നല്ല കാരുണ്യത്തോടു കൂടിയാണ് അവരോട് പെരുമാറിയിരുന്നത്. അവരോട് നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണമെന്ന് നമ്മോട് വസിയത്ത് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല പ്രവാചകൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ ചില സമയത്ത് നമസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ നിസ്കാരം കുറച്ച് ദീർഘിച്ച് നമസ്കരിക്കണമെന്ന് വിചാരിക്കും. അപ്പോഴാണ് ബാക്കിൽ നിന്ന് കുട്ടികൾ കരയുന്ന ശബ്ദം കേൾക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യും? നമസ്കാരം ചുരുക്കും. കാരണം എന്താ? എനിക്കറിയാം ആ കുട്ടിയുടെ ഉമ്മ, ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഉമ്മ എന്താണ് വിഷമിക്കുന്നുണ്ടാവും, അവരുടെ വേദന ഉണ്ടാവും. അപ്പോൾ നമസ്കാരത്തിൽ അവർക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നമസ്കാരം ചുരുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മാത്രമല്ല ഇതൊക്കെ മനുഷ്യന്മാരോട്, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൃഗങ്ങളോടും ഈ രൂപത്തിലായിരുന്നു. വകാന യർഹമുൽ ഹയവാൻ, മൃഗങ്ങളോടും പ്രവാചകൻ കാരുണ്യത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത്. ഒരു മൃഗത്തെ അറുക്കുമ്പോൾ പോലും അതിൻ്റെ കത്തി അത് മൂർച്ചയുള്ളതാകണം, അല്ലെങ്കിൽ അത് നമ്മൾ കുറേ നേരം ആക്കുമ്പോൾ അതിന് പ്രയാസം ഉണ്ടാകും, അതിന് വേദിച്ചു കൊണ്ടേയിരിക്കും. പെട്ടെന്ന് തന്നെ അത് അറുക്കുമ്പോൾ അതിന് പെട്ടെന്ന് വേദന പോകും. അപ്പോൾ ആ രൂപത്തിൽ ആ കത്തി നിങ്ങൾ നല്ല രൂപത്തിൽ മൂർച്ച ഉണ്ടാക്കണം. അതേപോലെ തന്നെ ആ മൃഗത്തെ നിങ്ങൾ അതിൻ്റെ മുമ്പിൽ, ആ മൃഗത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? കത്തിയുടെ മൂർച്ച കൂട്ടരുത്. ഇതൊക്കെ ആ മൃഗത്തിൻ്റെ മനസ്സുകൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ മൃഗങ്ങളെ ഒരു വിനോദത്തിൻ്റെ കാര്യമായി കൊണ്ട് കാണരുത്, അതിന് കല്ലെടുത്തെറിയുക അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ ഓടിപ്പിക്കുക എന്ന് നിങ്ങൾ കാണരുത്. അതേപോലെ തന്നെ പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായി കൊണ്ട് മൃഗങ്ങളെ കാണരുത്. മൃഗങ്ങൾ ഇപ്പോൾ ഒരു വിശ്രമിക്കുകയാണ്, അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുക, എന്നിട്ട് ചായയൊക്കെ കുടിക്കുക,
ആ രൂപത്തിലുള്ള സ്വഭാവം നിങ്ങൾ പാടില്ല. ഇതൊക്കെ എന്താണ്, ആ മൃഗത്തിനെ ഉപദ്രവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അതിൽ നിന്ന് വിലക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂച്ചയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെള്ളത്തിൽ, ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ പൂച്ചകൾക്ക്, കുട്ടികൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല നിർജീവമായ വസ്തുക്കളോട് പോലും പ്രവാചകന് കാരുണ്യമായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ പ്രവാചകൻ ഖുത്ബ നടത്തിയിരുന്നത് ആദ്യം ഈത്തപ്പനയുടെ തടിയിലായിരുന്നു. അങ്ങനെ പുതിയൊരു മെമ്പർ വന്നപ്പോൾ പ്രവാചകൻ അതിലേക്ക് മാറുമ്പോൾ ഈ ഈത്തപ്പന തടി അത് കരയുകയാണ്. കുട്ടികൾ കരയുന്നത് പോലെ കരഞ്ഞു എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുക. ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഹദീസിലാണ്. ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ടാണ് അത് കരയണത്. പ്രവാചകൻ എന്ത് ചെയ്തു? അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു കരച്ചിൽ നിർത്തുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കെട്ടിപ്പിടിച്ച് നിന്നു എന്നുള്ളതാണ്. അല്ലേ, പ്രവാചകൻ്റെ കാരുണ്യമാണ് ഇതറിയിക്കുന്നത്. മാത്രമല്ല ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്റാനിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട ഒരു പരുത്ത ഒരു തുണി പ്രവാചകൻ്റെ തോളിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു അറാബി വന്നുകൊണ്ട് അതൊരൊറ്റ വലി. അങ്ങനെ പ്രവാചകൻ്റെ അടുത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ്റെ അടുത്ത് ഇങ്ങനെ അടയാളം ഉണ്ടായിരുന്നു പ്രവാചകൻ്റെ തോളിൽ, അത് ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് ആ അറാബി പറയുകയാണ്, അത് വലിച്ചിട്ട് ആ അറാബി പറയുകയാണ്, എന്തെങ്കിലും തരാൻ വേണ്ടി ഇവരോട് കൽപ്പിക്കുക, അള്ളാഹു താങ്കൾക്ക് തന്നിട്ടുള്ള സമ്പത്തിൽ നിന്ന് എനിക്ക് തരാൻ വേണ്ടി കൽപ്പിക്കുക. അങ്ങനെ പ്രവാചകൻ തിരിഞ്ഞിട്ട് ചിരിച്ചു എന്നാണ്, പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് എന്തെങ്കിലും കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം കൽപ്പിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മാത്രമല്ല ഇതായിരുന്നു പ്രവാചകൻ്റെ 23 വർഷത്തെ സ്വഭാവം എന്നുള്ളത്. ഇത്രയും മാത്രമല്ല ഇതിന് മുമ്പുള്ള 40 വർഷവും ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു വ്യക്തി മാത്രമല്ല ഒരു അവസരത്തിൽ പോലും പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരു തിന്മ, ഒരു മോശപ്പെട്ട സ്വഭാവം, ഒരു മോശപ്പെട്ട പെരുമാറ്റം പ്രവാചകനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് നുണ പറയുക? എങ്ങനെയാണ് ഞാൻ പ്രവാചകനാണെന്ന് വാദിക്കുക? അല്ലേ, പ്രവാചകൻ്റെ ഈ ഒരു തെളിവും എന്താണ്? പ്രവാചകനാണെന്നതിനുള്ള തെളിവാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി. ഇനി മൂന്നാമത്തെ തെളിവിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ തെളിവ് കണക്കല്ലേ, വ്യക്തമല്ലേ? ഈ മൂന്നാമത്തെ തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈബായ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു എന്നുള്ളതാണ്. അദൃശ്യമായ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ഈ അദൃശ്യമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയും. അതേപോലെ തന്നെ നടന്നു പോയ കാര്യങ്ങളും പറയും. നടന്നു പോയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മൂസ അലൈഹി സ്വലാമിൻ്റെ കഥ, ഇബ്രാഹിം നബിയുടെ കഥ, മുമ്പ് ജീവിച്ചിരുന്ന ഉമ്മമുസ്സാബിഖ, മുമ്പത്തെ കാലത്തുള്ള സമൂഹത്തിൻ്റെ കഥ, അതൊക്കെ പറയും. അതേപോലെ തന്നെ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസം കൊണ്ടാണെന്നുള്ള വിഷയം, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ, എങ്ങനെയാണ് ഈ സൃഷ്ടിപ്പ് തുടങ്ങിയത്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മുമ്പത്തെ കാലത്ത് ഉള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഒരാളും അതിനെതിരെ വന്നിട്ടില്ല. ക്രിസ്ത്യാനികളെ പറ്റിയുള്ള പരാമർശമുണ്ട് ഖുർആനിൽ, യഹൂദികളെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട് ഖുർആനിൽ. പക്ഷേ യഹൂദന്മാരാരും മുന്നോട്ട് വന്നിട്ടില്ല, എന്ത് ഇത് പറഞ്ഞത് തെറ്റാണ്, മുഹമ്മദ് ഈ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെ, എങ്ങനെയാണ് പ്രവാചകൻ അതൊക്കെ ലഭിക്കുക? ഇത്രയും അറിവ് എവിടെ നിന്നാണ് പ്രവാചകന് ലഭിച്ചത്? അള്ളാഹുവിൽ നിന്നാകണ്ടേ, എന്നല്ലേ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവരൊക്കെ പറയണത് എന്താണ്? പ്രവാചകൻ അത് സ്വന്തം പഠിച്ചെടുത്തതാണ്. അല്ലേ, പ്രവാചകന് എഴുത്തും അറിയില്ല, വായനയും അറിയില്ല. ഇത്രയും വിഷയങ്ങളൊക്കെ കൃത്യമായിക്കൊണ്ട് ഒരു തെറ്റുമില്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലേ വീട്ടിലൊരു ലൈബ്രറി വേണം. അന്നത്തെ കാലത്ത് ലൈബ്രറി ഇല്ല, അല്ലേ, ലൈബ്രറി വേണം. എല്ലാ വിഷയങ്ങളും കൃത്യമായിക്കൊണ്ട് പറയുകയും അതൊക്കെ മുൻകാലത്തുള്ള ഗ്രന്ഥങ്ങൾ അവർ വിശ്വസിക്കുന്ന ആൾക്കാർ അതിനെ മുആറദത്ത് ചെയ്യാതെ, അതിനെ എതിർക്കാതെ ഇതൊക്കെ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എല്ലാതും സത്യമാണ്. മുമ്പത്തെ കാര്യങ്ങൾ ഫീൽ, അല്ലേ, സൂറത്തുൽ ഫീലിൽ ആ ഒരു വിഷയം ആരെങ്കിലും വന്നോ? ഇല്ല, നീ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ട്. പ്രവാചകൻ്റെ ജനനത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അങ്ങനെ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ പറ്റി കൃത്യമായ അറിവ് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ യാത്ര ചെയ്യണം, അല്ലേ, ദൂരെ യാത്രകൾ ചെയ്യണം. നമുക്കിപ്പോൾ അടുത്തുള്ള പണ്ഡിതന്മാർ പോലും അവരുടെ തർജുമയിൽ നമുക്ക് കാണാൻ സാധിക്കും, എന്ത് റിഹലാത്തുഹു, അല്ലേ, അദ്ദേഹത്തിൻ്റെ യാത്രകൾ, ലി തലബിൽ ഇൽം, മതം പഠിക്കുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള യാത്രകളെന്ന് കാണാൻ സാധിക്കും. അന്ന് അങ്ങനെയായിരുന്നു. മതം പഠിക്കണമെങ്കിൽ യാത്ര ചെയ്യണം, കാര്യങ്ങളൊക്കെ പഠിക്കണം, അറിവ് നേടണമെങ്കിൽ യാത്ര ചെയ്യണം. പക്ഷേ പ്രവാചകൻ്റെ ജീവിതത്തിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോയിട്ടുണ്ടോ? ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പുസ്തക ശേഖരങ്ങൾ ഉണ്ടെങ്കിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പുസ്തക ശേഖരങ്ങൾ നബിൻ്റെ അടുത്തില്ല, എഴുത്തും വായന അറിയില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക്
ഭാവിയിൽ പ്രവാചകൻ പറഞ്ഞ ചില കാര്യങ്ങൾ നോക്കാം. ഭാവിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, എന്നാൽ ഇന്ന് തെളിയിച്ച കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങൾ വരുന്നുണ്ട്. ഓരോന്നോരോന്ന് നമുക്ക് പറഞ്ഞു പോകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത് പ്രവാചകന്റെ കാലത്ത് നടന്നൊരു വിഷയമാണ്. സൂറത്ത് റൂമിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫി അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയുഗ്ലബൂൻ ഫി ബിദ്ഇ സിനീൻ. ഈ വചനങ്ങൾ എന്താണ് പറഞ്ഞത്? റോം പരാജയപ്പെട്ടു, ഇപ്പോൾ പരാജയപ്പെട്ടു, ഇനി അവർ വിജയിക്കും എന്നുള്ള രണ്ടാമത്തേത്. എപ്പോഴാണ് വിജയിക്കുക? ഫി ബിദ്ഇ സിനീൻ, കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ. ഈ ബിദ്ഇ എന്ന് അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം മുതൽ 9 വർഷമുള്ള ഗ്യാപ്പിനാണ് എന്ത് പറയുക? ബിദ്ഇ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഈ റോം വിജയിച്ചതപ്പോഴാണ്? പ്രവാചകൻ പറഞ്ഞതിന് ശേഷം 7 വർഷത്തിലാണ് പ്രവാചക സമൂഹം അല്ലെങ്കിൽ റോം വിജയിച്ചതെന്നുള്ളതാണ് അല്ലേ? പ്രവാചകൻ 3 തൊട്ടിട്ട് 9 വരെയുള്ള ആ ഒരു ഗ്യാപ്പിൽ കൃത്യമായി കൊണ്ട് അവിടെ തന്നെ അത് വന്നു എന്നുള്ളതാണ്. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് വലിയ വൻ ശക്തികളായിരുന്നു പേർഷ്യ, റോം സാമ്രാജ്യങ്ങൾ. അപ്പോൾ ഈ പേർഷ്യക്കാർ ഇവർക്കിടയിൽ നല്ല യുദ്ധങ്ങളുണ്ടായിരുന്നു. ഈ പേർഷ്യക്കാരെന്ന് പറയുന്നത് അവർ തീയിനെ ആരാധിക്കുന്നവരാണ്, മജൂസികളാണ്, മുശ്രിക്കുകളാണ്. അപ്പോൾ ഇവരോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു മക്ക മുശ്രിക്കുകൾക്കും. എന്താണ്, ഇവർ രണ്ടുപേരും ശിർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് തമ്മിൽ വലിയ നല്ല സ്നേഹമാണ്. അവർ വിജയിക്കണം, പേർഷ്യക്കാർ വിജയിക്കണം എന്നതാണ് ഖുറൈശികളുടെ, മക്കയിലെ മുശ്രിക്കുകളുടെ ആഗ്രഹം. എന്നാൽ റോം എന്നുള്ളത് നസാറാക്കളാണ്, അഹ്ലി കിതാബാണ്, നമ്മുടെ മുസ്ലിങ്ങളോട് കുറച്ച് അടുപ്പുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടം റോം വിജയിക്കണമെന്നാണ് മുസ്ലിങ്ങളുടെ ആഗ്രഹം. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് 7 വർഷം മുമ്പ് റോം തകർന്നടിയുന്നത്, പരാജയപ്പെടുന്നത്. യുദ്ധം നടക്കുകയും അതിൽ റോം പരാജയപ്പെട്ടു. അത് വല്ലാത്ത അടിയായിരുന്നു മുസ്ലിങ്ങൾക്ക് വല്ലാത്ത അടിയായിരുന്നു. അതിൽ വല്ലാതെ മുശ്രിക്കുകൾ സന്തോഷിച്ചു, പേർഷ്യ വിജയിച്ചിരിക്കുന്നു. ആ ഒരു വിഷയമാണ് ഈ ഖുർആനിൽ സൂറത്ത് റൂമിൽ ആദ്യമായി കൊണ്ട് പറഞ്ഞത്. എന്നിട്ടോ പ്രവാചകൻ ഇത് പറഞ്ഞു, ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ഇനി ബിദ്ഇ സിനീൻ, കുറച്ച് വർഷങ്ങളിൽ 3 തൊട്ട് 9 വർഷങ്ങളിൽ അത് വീണ്ടും വിജയിക്കും. അങ്ങനെ അത് വിജയിച്ചു. എപ്പോഴാണ് വിജയിച്ചിട്ടുള്ളത്? പ്രവാചകൻ ഹിജ്റ കഴിഞ്ഞ് രണ്ടാം വർഷമാണ് അവർ വിജയിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നടന്നു അല്ലേ? പ്രവാചകൻ പറഞ്ഞത് നടന്നു. മാത്രമല്ല നടന്നത് പ്രവാചകൻ മുന്നേ പറഞ്ഞു അല്ലേ? 2 രൂപത്തിൽ എന്താണ്? ഇതൊരു തെളിവാണ്. പ്രവാചകൻ ഒരിക്കലും ഒരു മുത്തനബി അഥവാ ഞാൻ പ്രവാചകനാണെന്ന് വാദിക്കുന്ന ഒരു വ്യക്തി ഇതിന് തയ്യാറാവില്ല. കാരണം എന്താ? അവൻ പടുത്തുയർത്തിയിട്ടുള്ള അവൻ്റെ പേരും പ്രശസ്തിയും നശിക്കുന്ന ഒന്നാണ്, നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഈ പ്രവചനങ്ങൾ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നടന്നിട്ടില്ലെങ്കിൽ എന്താവും? ആൾക്കാർ മനസ്സിലാകും എന്ത്? ഇത് പ്രവാചകനല്ല, ഇവന് വായ തോന്നിയത് പറയാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുതിർന്നു എന്നുള്ളതാണ്. ഇത് പ്രവാചകന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യത്തിന് ഇത്തരം പ്രവചനങ്ങളിലേക്ക് ഒരിക്കലും മുത്തനബിയായ പ്രവാചകത്വം വാദിക്കുന്ന ഒരാൾ തയ്യാറാവുകയില്ല. ഇനി രണ്ടാമത്തേതോ, സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ. നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കുകയാണ് ആമിനീൻ, നിർഭയരായിക്കൊണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടത് എന്താണ്? മുസ്ലിങ്ങളും പ്രവാചകരും മക്കയിലേക്ക് പോകുന്നു, അവിടെ പോയി തവാഫ് ചെയ്യുന്നു, നല്ല രൂപത്തിൽ ആമിനീങ്ങളായിക്കൊണ്ട് നിർഭയരായിക്കൊണ്ട് ആ ഒരു തവാഫ് ചെയ്തുകൊണ്ട് മടങ്ങി വരുന്നത് പ്രവാചകൻ സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ പ്രവാചകൻ ഇത് സഹാബത്തിനോട് പറഞ്ഞു അല്ലേ? പ്രവാചകന്റെ സ്വപ്നം എന്താണ്? പ്രവാചകന്മാരുടെ സ്വപ്നം അത് സത്യമായി പുലരും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സഹാബത്തിനോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ടു, ഉംറ ചെയ്യുവാൻ വേണ്ടി പുറപ്പെട്ടു, മക്കയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവിടെ പോയി മക്കയിലെത്തിയപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ തടഞ്ഞത്. ഇല്ല, ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നത്. നിങ്ങൾ അടുത്ത വർഷം ഇനി വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ആ വർഷം നടന്നില്ല. ആ ഒരു സമയത്ത് സഹാബത്തിനൊക്കെ പ്രയാസമായി. പ്രവാചകരെ സ്വപ്നത്തിൽ കണ്ടതല്ലേ, എന്ത് താങ്കളല്ലേ പറഞ്ഞത് നമ്മൾ തവാഫ് ചെയ്യുമെന്നുള്ളത്, പക്ഷേ നടന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ വർഷം നടക്കുമെന്ന് പറഞ്ഞോ?
നടക്കുമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ഈ സംഭവം നടക്കുന്നത്, ഈ ഹുദൈബിയ സന്ധി നടക്കുന്ന ഹിജ്റ 7-ാം വർഷത്തിലാണ്. അടുത്ത വർഷം തന്നെ ഉംറത്തുൽ ഖളാ, ഇത് ഖളാ ആയിക്കൊണ്ടുള്ള ഉംറ നടക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ വിശുദ്ധ ഖുർആനിൽ, ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറമ ഇൻഷാഅല്ലാഹു ആമിനീൻ, ആ രൂപത്തിൽ തന്നെ നിർഭയരായിക്കൊണ്ട് അവിടെ തവാഫ് ചെയ്യുകയും ഒരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ അത് നിർവഹിച്ച് തിരിച്ചു വരുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് കാണാൻ സാധിക്കും. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും ഷഹീദുകളായിക്കൊണ്ടാണ് മരണപ്പെട്ടത്. അല്ലേ? ആരാണ് ഉമർ റളിയല്ലാഹു കൊന്നത്? അബൂ ലുഅ്ലുഅത്തുൽ മജൂസി. അല്ലേ? ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു, എന്നിട്ട് അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, ആ കഥ നിങ്ങൾക്കറിയാം അല്ലേ? ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഉഹുദ് മലയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, ഉഹുദ് മല ഇങ്ങനെ വിറയ്ക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ഉഹുദേ അടങ്ങ്, നിന്റെ മുകളിൽ ആരൊക്കെയാണുള്ളത്? ഒന്ന് ഞാനാണ്, റസൂലാണ്. രണ്ടാമത്തത് പിന്നെ രണ്ട് ഷഹീദുകളാണ്. ആരൊക്കെയാണത്? ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ അന്ന് പറഞ്ഞു എന്ത്? ഇവർ ഷഹീദുകളാണ്, ഇവർ രക്തസാക്ഷികളായിക്കൊണ്ടായിരിക്കും മരിക്കുക എന്ന്. ആ രൂപത്തിൽ തന്നെ നടന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയത്ത്, മരണസമയത്ത് പ്രവാചകൻ ആ ഒരു രോഗം പിടിപെട്ടല്ലോ. ആ സമയത്ത് പ്രവാചകൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് പറയുന്നുണ്ടെന്ത്? ഞാൻ ഈ രോഗത്തിൽ മരണപ്പെടും. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട് അല്ലേ? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടിയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയുമെന്ത്? എനിക്ക് ശേഷം അഹ്ലു ബൈത്തിൽ നിന്ന് മരണപ്പെടുന്നത് നീയായിരിക്കും. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു വിഷയം ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ ചോദിച്ചറിയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചിരിച്ചത്, എന്തുകൊണ്ടാണ് കരഞ്ഞത് എന്നൊക്കെയുള്ള വിഷയം ആ ഹദീസുകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആ അസുഖത്തിൽ, ആ പ്രവാചകന് ബാധിച്ചിട്ട അസുഖത്തിൽ പ്രവാചകൻ മരിക്കുമെന്ന് പറഞ്ഞു, പ്രവാചകൻ മരണപ്പെട്ടു. രണ്ടാമത്തേത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പ്രവാചകൻ അടുത്തത് മരിക്കുന്നത്, അഹ്ലു ബൈത്തിൽ നിന്ന് മരിക്കുന്നത് ആരാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞു. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാചകൻ മരണപ്പെട്ടത് ഹിജ്റ 11-ാം വർഷമാണ്, റബീഉൽ അവൽ മാസത്തിൽ. അതിൽ നിന്ന് 6 മാസം കഴിഞ്ഞ് ആ വർഷത്തിൽ തന്നെ 11-ാം വർഷത്തിൽ തന്നെ റമദാൻ മാസത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ? അത് നമുക്ക് കൃത്യമായി കൊണ്ട് പ്രവാചകൻ എന്താണോ പറഞ്ഞത് അത് തന്നെ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? സയുസ്ലിഹുല്ലാഹു ബിഹി ബൈന ഫിഅതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്കിടയിലുള്ള വലിയ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സുൽഹുണ്ടാക്കും, അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ പറ്റി പറഞ്ഞു? ഹസൻ ബിൻ അലി, പ്രവാചകന്റെ പേരക്കുട്ടിയായ ഹസൻ ബിൻ അലിയെ പറ്റി പറഞ്ഞു. ആ രൂപത്തിലല്ലേ നടന്നത് അല്ലേ? ആമുൽ ജമാ എന്ന് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം, അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സമയത്ത് അദ്ദേഹത്തിന് കൊല്ലപ്പെട്ടതിന് ശേഷം പ്രശ്നങ്ങളുണ്ടായി മുസ്ലിങ്ങൾക്കിടയിൽ, യുദ്ധങ്ങളുണ്ടായി. അങ്ങനെ ഈ ഒരു പ്രശ്നം അവസാനിച്ചത് എവിടെയാണ്? ആമുൽ ജമായിലാണ്. അത് ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇടപെട്ടുകൊണ്ട് അവിടെ കൃത്യമായ സുൽഹ ഉണ്ടാക്കുകയും ആ പ്രശ്നങ്ങൾ, മുസ്ലിം സമൂഹത്തിലുണ്ടായിരുന്ന ആ ഒരു വലിയ പ്രശ്നം അത് കെട്ടടങ്ങുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ 41-ാം വർഷത്തിലാണ് ഈ ഒരു ആമുൽ ജമാ നടക്കുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലഹബിനെ പറ്റി, വലീദ് ബിൻ മുഗൈറയെ പറ്റി പ്രവാചകൻ പറഞ്ഞത് എന്താ? അവർ രണ്ടുപേരും നരകത്തിലാണ് എന്ന് പറഞ്ഞു അല്ലേ? സൂറത്തുൽ മസദിൽ സയസ്ലാ നാറൻ ദാത ലഹബ്. അതേപോലെ തന്നെ വലീദ് ബിൻ മുഗൈറയെ പറ്റി സൂറത്തുൽ മുദ്ദസ്സിറിൽ പറഞ്ഞു സഉസ്ലിഹി സഖർ, നരകത്തിൽ അവൻ എരിയുമെന്നുള്ള അർത്ഥത്തിൽ രണ്ടുപേർ പറഞ്ഞു. ഇവർ മുസ്ലിങ്ങളായില്ലല്ലോ, അവർ മരണത്തിന് മുമ്പ് മുസ്ലിങ്ങളായില്ല. പ്രവാചകൻ പറഞ്ഞത് എന്താണോ അത് അതേപോലെ തന്നെ നടന്നത്. അവർക്ക് വേണമെങ്കിൽ എന്താക്കാം, കള്ളത്തരം പറഞ്ഞുകൊണ്ട് കാബിഡ്യം നടിച്ചുകൊണ്ട് ഞങ്ങൾ മുസ്ലിം ആയെന്നെങ്കിലും പറയാം. അതുകൂടിയും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇങ്ങനെ പോകുകയാണെങ്കിൽ കുറേ ഉണ്ട് പറയാൻ, പോയാലോ അല്ലേ? മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അവ്വലു ജയ്ശിൻ മിൻ ഉമ്മത്തി യഗ്സൂനൽ ബഹ്റ ഖദ് ഔജബു, ആദ്യമായി കൊണ്ട് എൻ്റെ ഉമ്മത്തിൽ നാവിക പട്ടാളം ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന, യുദ്ധം ചെയ്യുന്ന ആ ഒരു കൂട്ടം പട്ടാളക്കാർ, ഖദ് ഔജബു, അവർക്ക് സ്വർഗം നിർബന്ധമാണ്, വാജിബാണ്, അവർക്ക് സ്വർഗം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഹറാം എന്ന് പറയുന്ന സ്ത്രീ, ഈ
ഇത് കേട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ഇത് കേട്ടു. അപ്പോൾ ഉമ്മു ഹറാം ചോദിക്കുകയാണ്, പ്രവാചകരെ ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ടാകുമോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതെ, നിങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ടാകും. അങ്ങനെ പ്രവാചകൻ അടുത്തതിന് ശേഷം പറയുകയാണ്, അവ്വലു ജയ്സിൻ ഫീ മിൻ ഉമ്മത്തി യഗ്സൂന മദീനത ഖൈസറ മഗ്ഫൂറുൻ ലഹും. ഖൈസർ പട്ടണത്തോട് യുദ്ധം ചെയ്യുന്നവർ, എൻ്റെ ഉമ്മത്തിലുള്ള ആദ്യത്തെ ഒരു പട്ടാളം, അവരെന്താണ്, അവർക്കെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു. മഗ്ഫൂറുൻ ലഹും, അവർക്കെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉമ്മു ഹറാം ചോദിച്ചു, പ്രവാചകർ ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ടാകുമോ? ലാ, താങ്കൾ ഉണ്ടാവില്ല. ഉമ്മു ഹറാം, താങ്കൾ ആ ഒരു സമൂഹത്തിലുണ്ടാവുകയില്ല. എന്നിട്ടോ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് മുആവിയ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലാണ് ഇസ്ലാമിൽ ആദ്യമായിക്കൊണ്ട് നാവികപട സൈന്യം മുന്നോട്ട് പോകുന്നത്. അതിലാരുണ്ട്? ഉമ്മു ഹറാമുണ്ട്. അങ്ങനെ ആ ഒരു സൈന്യത്തിൽ ഉമ്മു ഹറാം പോകുകയും തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് വീണുകൊണ്ട് അവർ മരണപ്പെടുകയാണ്. അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് ആദ്യത്തെ നാവികപ്പടയിലുണ്ടാകും, അവരുണ്ടായി. മാത്രമല്ല രണ്ടാമത്തെ യുദ്ധത്തിൽ ഉമ്മു ഹറാം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്, നാവികപ്പട ഉണ്ടാകും എന്നുള്ളതല്ലേ, അതും അറിഞ്ഞു. അതുകൂടി ഇതെന്ന് മനസ്സിലായി, അതുകൂടി പ്രവാചകൻ മുന്നോട്ട് കൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. ഇനി പ്രവാചകൻ പറയുകയാണ്, ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, ലാ തഖൂമു സ്സാഅതു ഹത്താ തഖ്റുജ നാറും മിൻ അർദിൽ ഹിജാസി തുളിഉ അഅനാഖൽ ഇബ്ലി ബിബുസ്റ. പ്രവാചകൻ പറയുകയാണ്, അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുൻപ് ഹിജാസ് ഭാഗത്ത് നിന്ന്, ഹിജാസ് എന്ന് പറയുമ്പോൾ മക്കയും മദീനയും അടങ്ങുന്ന സ്ഥലമാണ് ഹിജാസ്, അവിടെ ഒരു തീ വരാനുണ്ട്, തീ പുറപ്പെടും. ആ തീ എവിടുന്ന് കാണാൻ പറ്റും? ഷാമിലെ ബുസ്ര എന്ന് പറയുന്ന നാടിൽ നിന്ന് കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രവാചകൻ പറഞ്ഞത്. ഇനി നമ്മൾ ചരിത്രം നോക്കുമ്പോൾ പണ്ഡിതന്മാരൊക്കെ ഹിജ്റ 654 വർഷം ഈ രൂപത്തിലൊരു സംഭവം നടന്നു. വിക്കിപീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹരീഖുൽ മസ്ജിദ് നബവി 654 ഹിജ്റ എന്ന് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല സൗദിയുടെ ഒരു സൈറ്റ് ഉണ്ട്, സൗദി പ്രസ് ഏജൻസി, വക്കാലത്തുൽ അംബ സൗദിയ, അതിലൊരു റിപ്പോർട്ട് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ മസ്ജിദ് നബവിക്ക് പലതരത്തിലുള്ള വിപുലീകരണങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു 10 തവണയോളം വിപുലീകരണം നടന്നിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടാണ്. അപ്പം അതിൽ കൊടുത്തിട്ടുള്ള ഒരു വിഷയമാണ് 654 ഹിജ്റ 654 മദീനയിൽ, അതേപോലെ തന്നെ മദീനയുടെ പരിസര സമയത്ത് കത്തി നശിക്കുകയും വലിയ രൂപത്തിലുള്ള തീ വരികയും ആ പള്ളി എന്ത് ചെയ്തു, കുറച്ചുകൂടി വിപുലീകരിക്കേണ്ടി വന്നു, പുതുക്കി പണിതെന്ന് അതിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സംഭവം, ഈ ഒരു തീ ഉണ്ടായിട്ടുള്ളത് മുഅത്തസിം ബില്ല, അബ്ബാസി ഭരണാധികാരിയായ മുഅത്തസിം ബില്ല, ഇദ്ദേഹത്തോട് ശേഷം അബ്ബാസി ഭരണകാലം കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു ഇത് നടന്നിരുന്നത്. മാത്രമല്ല ഇമാം ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താണ് സംഭവിച്ചത്? ഹിജാസിൽ മദീനയുടെ ചുറ്റുഭാഗത്തുമുള്ള സ്ഥലത്ത് തീ വരികയാണ്. അത് കാരണം പറയുന്നത്, ഒരു വ്യക്തി വെയർഹൗസ് ഉണ്ടല്ലോ, ഈ ഗോഡൗൺ, സാധനങ്ങളൊക്കെ വെക്കുന്ന ഖസാന, അപ്പം അതിൽ തീ പിടിച്ചിട്ട് ആകെപ്പാട് അയാളുടെ അശ്രദ്ധ കാരണം തീ പിടിച്ചു. അങ്ങനെ വലിയ രൂപത്തിലുള്ള തീ പടർന്നു. അതിൻ്റെ തീ എങ്ങോട്ട് കാണാമായിരുന്നു? ഷാമിലുള്ള സ്ഥലങ്ങൾ കാണാമായിരുന്നു, അതേപോലെ തന്നെ അടുത്തുള്ള നാടുകളിലേക്ക് കാണാമായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല മദീനയിലെ അധിക ബിൽഡിങ്ങുകളും കത്തി നശിച്ചു. അതുമാത്രമല്ല 50ഓളം ദിവസം ഇത് നീണ്ടു നിന്നു ഈ ഒരു അവസ്ഥ. അതേപോലെ തന്നെ ഈ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ തീ കാരണം ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചുട്ട കല്ലുകൾ പുറത്തേക്ക് തെറിക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്താ വെച്ചാൽ ഭൂമി കുലുക്കമുണ്ടായി. അതേപോലെ തന്നെ ഈ മദീനയോട് അടുത്ത് കിടക്കുന്ന ഒരു വോൾക്കാനിക് അഗ്നിസ്ഫോടനം നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഹറത്തു റിഹാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പം അവിടെ നിന്നൊക്കെയാണ് ഇത്തരം സാധനങ്ങൾ, ഇത്തരം കല്ലുകളൊക്കെ തെറിച്ച് വന്നത് എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ഈ സംഭവം എന്താണ്? പ്രവാചകൻ 600 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലേ, ഇത് നടക്കുന്നത് 600കളിലാണ്. അതിനൊക്കെ മുമ്പ് പ്രവാചകൻ അന്ന് പറഞ്ഞു, അതിപ്പോൾ നടന്നു. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇത് പ്രവാചകൻ അന്ന് പ്രവചിച്ചത് ഇന്ന് നടന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ കാലത്ത് കാണാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുകയാണ്, നമുക്കൊക്കെ പഠിച്ചൊരു ഹദീസാണ്, എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ഹുഫാത്ത്, ചെരുപ്പ് ധരിക്കാൻ വകയില്ലാത്ത, വസ്ത്രം ധരിക്കുവാൻ വകയില്ലാത്ത, ദരിദ്രയായ ആടുകളെ മേച്ച് നടക്കുന്ന ഈ അറബികൾ
അവർ ഒരു കാലത്ത്, അന്ത്യനാളിൻ്റെ അടയാളമായി കൊണ്ട് പറയാണ്, ഒരു കാലത്ത് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മത്സരിക്കുന്നുള്ളതാണ്. ഒരു കാലത്ത് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മത്സരിക്കുന്നുള്ളതാണ്. നമ്മൾ നോക്കുക, ഇന്ന് ഏറ്റവും വലിയ ബിൽഡിംഗ് എവിടെയാണ്? ബുർജ് ഖലീഫ അറബി നാടുകളിലാണ്. അതേപോലെ തന്നെ മൂന്നാമത്തേത് ഏതാ? മൂന്നാമത്തേത് ക്ലോക്ക് ടവർ, അബ്രാജുൽ ബൈത്ത് എന്ന് പറയുന്നത് മക്കയിൽ നമ്മൾ ക്ലോക്ക് ടവർ കാണുന്നുണ്ടല്ലോ, അതാണ് മൂന്നാമത്തേത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് ഇതൊക്കെ ലഭിച്ചത് എങ്ങനെ? ഇത്രയും സമ്പത്ത് ലഭിച്ചത് എങ്ങനെ? 50 വർഷമായിട്ടുള്ളൂ. 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ അറേബ്യൻ നാടുകളുടെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ അവിടെ മരുഭൂമിയായിരുന്നു. പക്ഷെ 50 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഈ ഒരു സമയത്ത് നടക്കുന്ന ഒരു കാര്യം പ്രവാചകൻ അന്ന് പറഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഏറ്റവും കൂടുതൽ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്? ആദ്യം ഈസ്റ്റ് ഏഷ്യ, അതേപോലെ തന്നെ നോർത്ത് അമേരിക്ക, അതിനുശേഷം വരുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ്. UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത് എന്ന് പറയുന്ന ഈ രാജ്യങ്ങളിലാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞത് കൃത്യമായിക്കൊണ്ട് ഇന്ന് നടന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അശ്റത്തുൽ മുബശ്ശിരീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റത്തുൽ മുബശ്ശിരീൻ 10 അല്ലേ സഹാബത്തിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട്, ഇവർ പേര് പറഞ്ഞുകൊണ്ട് ഇവർ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു. നമ്മൾ നോക്കണ്ടേ, ഇവരാരും അവരുടെ ജീവിതത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അല്ലേ? പ്രവാചകൻ എന്ത് പറഞ്ഞോ ആ രൂപത്തിൽ തന്നെ അവർ മരണം വരെ ഈമാനോട് കൂടിയാണ് അവർ ജീവിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ 3 തെളിവുകളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഒന്ന്, പ്രവാചകൻ്റെ നുബുവത്തിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ സ്വഭാവങ്ങളൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം പ്രവാചകന് തന്നെ ആവാൻ ചാൻസ് ഉള്ളൂ. അതേപോലെ തന്നെ പ്രവാചകൻ്റെ നുബുവത്തിന് ശേഷമുള്ള ജീവിതം അത് നോക്കുമ്പോഴും പ്രവാചകൻ്റെ ഒരു മനുഷ്യന് അങ്ങനെ ആകാൻ സാധിക്കില്ല. ഒരു ഇടത്തിൽ, ഒരു സ്വഭാവത്തിൽ അവനക്ക് നന്മ ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടാവും. പക്ഷെ പ്രവാചകൻ എല്ലാ നിലക്കും എല്ലാ സമയത്തും പ്രവാചകൻ ഒരു പൂർണ്ണ മനുഷ്യൻ. നല്ല സ്വഭാവം, സൗന്ദര്യത്തിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും പൗരുഷത്തിലാണെങ്കിലും എല്ലാത്തിലും ഉന്നതമായ വിശേഷണങ്ങളൊക്കെ ഉള്ള ഒരു പ്രവാചകൻ അല്ലേ? മാത്രമല്ല, പ്രവാചകൻ്റെ പ്രോഫസീസ് അല്ലെങ്കിൽ പ്രവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതൊക്കെ എല്ലാം കൃത്യമായി കൊണ്ട് തന്നെ വന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള തെളിവുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഒരു വിശദമായിക്കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.